ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു റെസ്റ്റോറൻറ്റ് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ബ്ലൂബെറി പിക്കിങ്ങിനും കൂടെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ബ്ലൂബെറി പിക്കിംഗ് ആയിരുന്നു മെയിനായിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടു. പുതിയെന്ന് പറയുമ്പോൾ ഒരു 2-3 മാസമൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഓർത്ത് എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് തമിഴ്നാട് സ്പെഷ്യലാണ്. എന്തായാലും ആദ്യം അപ്പം അവിടെ പോയിട്ട് അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചതിന് ശേഷം ബ്ലൂബെറി പിക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ തഞ്ചി മെസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും മെയിനായിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് മെയിനായിട്ട് തമിഴ്നാട് സ്പെഷ്യൽ ഡിഷസൊക്കെയാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് എന്തായാലും വന്ന് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും കൂടുതൽ എങ്ങനെയുണ്ട് ഭക്ഷണം എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പോയതിന് ശേഷം പറയാം. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ്. നല്ല മെനു ഒക്കെ കണ്ടിട്ട് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഏത് നമ്മൾ ഓർഡർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അല്ലേ, ഏട്ടനാണെങ്കിൽ അത് കണ്ടതിന് ശേഷം പോകണമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ ഇന്നലെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ഇന്ന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കേരള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പിന്നെ നോൺ വെജസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ. വെജ് ഉണ്ട്, പക്ഷെ എന്തായാലും അത് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങൾ ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് തഞ്ചൈ മെസ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വന്ന് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ദിവസത്തെ, നമ്മൾ പോയ ദിവസത്തെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പ്ലാനൊക്കെ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കടയിലിരുന്ന് പിന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ മെനു നോക്കിയിട്ട്. ഇതിപ്പോൾ ജാനുട്ടിക്ക് ഇടിയപ്പവും തേങ്ങാപ്പാലും കൂടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കുറുമയും ഒക്കെ ഓപ്ഷനിലുണ്ടായിരുന്നു. അപ്പം ജാനുട്ടിക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടാകുമ്പം സ്വീറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. പക്ഷേ അധികമൊന്നും കഴിക്കില്ല, ചുമ്മാ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കും. പിന്നെ ഇത് ബൺ പൊറോട്ട. നമ്മൾക്ക് തമിഴ്നാട്ടിലെ മധുരയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഞാൻ ഒത്തിരി നാളായി അത് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും അതും കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പനീർ കറിയാണ് നമ്മൾക്കൊരു ഓപ്ഷൻ ഉള്ളത്, അതുകൊണ്ട് അത് തന്നെ വാങ്ങിച്ചു. പക്ഷെ നമ്മളിതുപോലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് വരുന്നെങ്കിൽ ആ സൗത്ത് ഇന്ത്യൻ സംഭവങ്ങൾ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ ടേസ്റ്റ്. പിന്നെ വെജ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു തലപ്പാക്കട്ട് സ്റ്റൈലിലാണ്. അപ്പം ഞാൻ ചെന്നൈയിലിരിക്കുമ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണോ നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ ഏട്ടൻ കല്യാണ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് ബിരിയാണിയൊക്കെ ശരിക്കും ആ ഒരു തമിഴ് സ്റ്റൈലിൽ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൺ പൊറോട്ട കൂടാതെ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സ്ഥലം ഉണ്ടാവുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ വയറൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അല്ലേ ഏട്ടാ? ഏട്ടൻ ബിരിയാണി പതിവ് പോലെ ഇതാണ് കല്യാണ ബിരിയാണി. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞാനും ബിരിയാണി ഓർഡർ ചെയ്തത്. ഞാൻ സാധാരണ ബിരിയാണി ഓർഡർ ചെയ്യാറില്ല, കാരണം വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പം എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഇത് ചെന്നൈയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ബിരിയാണി ഉണ്ട്. എന്തായിരുന്നു അത്? നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി അല്ലേ, ജീരക സാമ്പാർ റൈസ് വെച്ചിട്ട്, മറ്റേ കുഞ്ഞ് റൈസ് ഉണ്ടല്ലോ, കൈമ റൈസ്, അത് വെച്ചിട്ട് എൻ്റെ ഫോണും ഇടയ്ക്ക് ആടുന്നുണ്ട്. ഞാൻ അങ്ങനെ ആടുന്നു. ജീരക സാമ്പാർ റൈസ് ഓൾറെഡി തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ പക്ഷേ ഞാൻ എപ്പോഴും ട്രൈ ചെയ്താലും അതുപോലത്തെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ്, കാരണം ഭയങ്കരമായിട്ട് ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റൊക്കെ ആയിരിക്കുന്നതാണ് കണ്ടത്. അപ്പം റെസിപ്പീസ് അല്ല, നമ്മളതിൻ്റെ ആ ഡിഷസ് മെനു ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു ഇത് നല്ലതായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഓർഡർ ചെയ്താണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ചെന്നൈയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി അവരുടെ ഭയങ്കര നിറയെ ഉണ്ടല്ലേ. ഒരു ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്ക് കഴിക്കാൻ തോന്നുന്നു, അത്രയും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു മിനിമം അല്ല, ഏട്ടനും തന്നെ കഴിച്ചില്ലല്ലോ ഫുൾ അല്ലേ. അപ്പോൾ ഒരു ബിരിയാണി ശരിക്കും 2 പേർക്കും കഴിക്കാം, അത്രയുണ്ട്. പിന്നെന്തായിരുന്നു, ഞങ്ങൾ മഹാരാജാസ് താലി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ വലിയ താലി ഉണ്ടല്ലോ, താലി മറ്റേ ഇത് മീൽസ് ഒക്കെ വരുന്ന സംഭവം. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റില്ല, 4 പേരെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അഡൾട്ട് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ട്രൈ ചെയ്തില്ല, കാരണം അത് അത്രയും വലിയ താലി. 2 പേര് പിടിച്ചിട്ട് അവരുണ്ടായിരുന്നത്, ഒരാളല്ല ഏതിലോ ഒന്നിൽ 2 പേര് പിടിച്ചിട്ട് എന്നിട്ട് വലിയ താലിയൊക്കെ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും ഇനി പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. നമ്മളിപ്പോൾ എന്തായാലും വന്ന് കഴിച്ചു. ഇനിയിപ്പോൾ ബ്ലൂബെറി പിക്കിംഗ് ഉണ്ട്, അതിന് പോകണം. അതിന് പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ ന്യൂജേഴ്സിയിലുള്ള ഹാപ്പി ഡേ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബ്ലൂബെറിയും റാസ്ബെറിയും ബ്ലാക്ക്ബെറിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിയ മരങ്ങളാണ്, നല്ല പ്രായം
ശരിക്കും നെന്മാറ പോകുന്ന റൂട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പം എടുത്തതാ, പക്ഷേ വീഡിയോ ഓൺ ആക്കുമ്പോഴത്തേക്കും ആ റൂട്ട് തീർന്നു. പക്ഷെ ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇതുപോലെയാണ് വീടുകളൊക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. നോക്കിക്കേ, കാട്ടിനകത്തൂടെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. ഈസ്റ്റ് ബ്രോൺസൊക്കെ ഇപ്പം എത്രയുള്ള? എന്താടാ ജാനുട്ടിയെ? യെസ് ജാനുട്ടി, എന്തോ? അപ്പോൾ നമ്മളിതേ ഫാമിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ ഇപ്പം വെയിലധികം ഇല്ല, കുഴപ്പമില്ല. അകത്തോട്ട് കിടന്ന് വെയിൽ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. വെയിൽ വന്നു കഴിഞ്ഞാൽ കാരണം ഷെയ്ഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര കഷ്ടമായിരിക്കും നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചിട്ട് കൊണ്ടുപോകാൻ. അവിടെയൊക്കെ ആ ഒരു ഗ്രീൻ കളർ കണ്ടോ? അവിടെ ബ്ലൂബെറിൻ്റെ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ബ്ലൂബെറിയുടെ ചെടിയൊക്കെ അവിടെ കണ്ടു. പിന്നെ ജാനൂട്ടിനെ നൈസായിട്ട് ഞങ്ങൾ സ്ട്രോളറിലാക്കി. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് എടുക്കാൻ പറയും. നമ്മൾ സാധാരണ ഫാമിലിക്ക് വരുമ്പോൾ എപ്പോഴും രാവിലെ വരാം, പക്ഷെ ഇത്തവണ ഉച്ച കഴിഞ്ഞിട്ട് വരുന്നേ. സമയം എത്രയായിട്ടാ? 2:30 ആയി. നോക്കിക്ക് ഇവർ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഒന്ന് പുതിയ എന്തെങ്കിലും പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ. ഇവിടെ ബ്ലൂബെറി മാത്രമല്ല, എന്തായിരുന്നു, റാസ്ബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, എല്ലാം ഉണ്ട്. മൾബെറി ഇല്ല. ലാവെൻഡർ ഉണ്ട്. ലാവെൻഡർ ഫാമിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ലാവെൻഡറും ഉണ്ട്. പക്ഷേ ലാവെൻഡറിൽ ഇപ്പോൾ പോകാമെന്നറിയില്ല, കാരണം ബ്ലൂബെറി പറിച്ച് കഴിയുമ്പോഴേക്കും തന്നെ 5 മണി ആവുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇവിടെയുള്ള വിൻ്റർ സീസണിൽ. ഇത് സമ്മറിൽ ബ്ലൂബെറി, റാസ്ബെറി, സൺഫ്ലവർ, ലാവെൻഡർ. സൺഫ്ലവർ പക്ഷേ അടുത്ത 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഫോൾ സീസണായ പംകിൻ ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. ഇതൊരു ഹൈക്ക് പോലെ ഇങ്ങനെ കയറി പോകണമല്ലോ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. നല്ല സൺഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ സൺഫ്ലവറൊന്നും ഇല്ല. നമ്മൾക്ക് സ്മോൾ കണ്ടെയ്നേഴ്സ് വാങ്ങിക്കാം. നമ്മുടെ ഗ്രേപ്സ് പോലെ തന്നെ ഇവർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് എൻട്രി ഫീസ് $5. അപ്പം എൻട്രി ഫീസ് $5. അപ്പം ഇവിടെ നമുക്ക് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, പിന്നെന്താ റാസ്ബെറി, ഇങ്ങനെ 3 ബെറീസാണുള്ളത്. ഇവിടെ ഒരു ചെയറുണ്ട്. ഏട്ടാ ഇവിടെ ചെയറുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. നോക്കിക്കേ. പോട്ടിട്ടാ റെഡി. നമ്മൾ അതെ റാസ്ബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ റാസ്ബെറി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റാസ്ബെറി കാണിച്ചു തരാം. ഇത് പറിക്കണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് പറിക്കണം. താഴെ പോയിട്ടുണ്ടോ? നമ്മളിപ്പം ബ്ലൂബെറി പറിക്കാമെന്ന് വിചാരിച്ച് വന്ന് എൻട്രൻസിൽ തന്നെ റാസ്ബെറീസ് ആയിരുന്നു. അപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ റാസ്ബെറീസ് ആദ്യം പറിച്ചിട്ട് പിന്നെ ബ്ലൂബെറീസിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കയ്യിലോട്ട് വരും. നല്ല പഴുത്തിട്ടാൽ നിൽക്കണമെങ്കിൽ അതും ഒരുപാട് നേരമൊന്നും വെച്ചിരുന്നാൽ പറ്റില്ല, നമ്മൾ കേടുവന്ന് പോവും. പെട്ടെന്ന് തന്നെ നമ്മളത് കഴിച്ചും തീർക്കണം. അതാണ് ഈ റാസ്ബെറിയുടെ ഒരു പ്രശ്നം. ഇതിനകത്ത് പക്ഷേ ഇങ്ങനെ പറിക്കുമ്പോൾ മുള്ളുണ്ട് കേട്ടോ. മുള്ളു കുത്താതെ ശ്രദ്ധിക്കണം. ഇപ്പം ഏകദേശം സീസണൊക്കെ തീർന്നു. ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയുടെയൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ റാസ്ബെറിയൊക്കെ തീർന്നു പോയെന്ന് തോന്നണേ. നോക്കിക്കേ, ഈ ഒരു ഭാഗത്ത് എല്ലാം ഈ നമ്മുടെ സ്ട്രോബെറി പോലെ തന്നെ ഒളിഞ്ഞൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ മുള്ളുണ്ട്. അപ്പം നമ്മൾ ഇതേ കണ്ടോ,
ദേ തൊടുമ്പോഴത്തേക്കും വരും കേട്ടോ. നല്ല പഴുത്തതാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇതാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കഴിച്ച് തീർക്കണം. കണ്ടോ? ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. പക്ഷെ നമുക്കുണ്ടല്ലോ ഇത് കഴിക്കുമ്പോൾ മാറ്റണമല്ലോ. അപ്പോൾ ഇത് മാറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള സാധനമാണ് ഇത് കണ്ടോ. പറിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പറിക്കാം. നമ്മളിപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ ഇവിടുത്തെ എല്ലാ റാസ്ബെറിയും പറിച്ചു. പിന്നെ ഇവിടെ പറിക്കുമ്പോൾ തന്നെ അങ്ങനെ അധികം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. കാരണം ഇവർ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാനൂട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മതിയാക്കി പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ വേറെ കുറേ വെറൈറ്റീസൊക്കെ കണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് നിറയെ ഉണ്ട് ഈ ഒരു റാസ്ബെറീസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളെന്തായാലും പറിക്കണില്ല അധികം. ഇതിൽ ഇവിടെയൊക്കെ കുറച്ച് സ്ട്രോബെറി പോലെ വലുത് നോക്കിക്കേ. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് സ്ട്രോബെറി പോലെ ഇല്ലേ? ഓ, കാണുന്നില്ല. ഓ, 4 ലീഫ്. വിക്കിക്ക് 4 ലീഫ് കിട്ടില്ലേ? ആ വിക്കി ലക്കിയാണ് വിക്കി. ഇവിടെ നമ്മൾക്ക് 4 ഇതിലുള്ള ഇല കിട്ടിക്കഴിഞ്ഞാൽ ലക്കിയാണെന്നാണ് പറയാറ്. ഇവിടത്തൊക്കെ കുറച്ചുകൂടെ വലിയ വെറൈറ്റീസ് ആണെന്ന് തോന്നുന്നു. ഇത് നല്ലതാ വയ്ക്ക്, സ്വീറ്റ്. ഇതൊക്കെ നല്ല രസമുണ്ട് വിക്കി. ഞാൻ വീഡിയോ എടുക്കുന്നതും പറിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടോ? ഞാൻ വീഡിയോ നോക്കണില്ല, ഇവിടെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവണമില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇത്രയും മതി. എന്നാൽ ഞാൻ കഴിച്ചു നോക്കട്ടെ. ഭയങ്കര വെയിലാട്ടോ. ഇതാണ് ശരിക്കും റാസ്ബെറിയുടെ ആ ഒരു ഫ്ലേവർ വരുന്നത്. നല്ല ഫ്ലേവർ വരുന്നത്. പക്ഷെ ഇത് പുളിപ്പില്ല ഏട്ടാ. ഇവിടുത്തെ ഉള്ളതിന് പുളിപ്പില്ല ഏട്ടാ. പക്ഷെ ടേസ്റ്റ് അത്ര ഇല്ല. റാസ്ബെറി സ്ട്രോബെറി പോലെ തന്നെ ഉണ്ട്. വിക്കിക്ക് 4 ലീഫുള്ള ഇല കിട്ടിയെന്നും പറഞ്ഞിട്ട് വീണ്ടും ലക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്? വിക്കി അതിൻ്റെ പേരെന്തായിരുന്നു? ക്ലോവർ. എന്തായാലും കിട്ടിയല്ലോ 4 ഇലയുള്ള. ജാനുട്ടിക്ക് കൊടുക്കും. എന്നാ ഈ ലീഫ് സൂക്ഷിച്ചോ. മമ്മ താങ്ക് യു, വെൽക്കം. ഇതാണ് ആ ചെടി കേട്ടോ. ഈ ചെടിയിലാണ് 4 ലീഫ് ഉണ്ടാവുന്നത്. ഇതിലെല്ലാത്തിലും 3 ഇലകളാണ്. ഇത് 6 ലീഫുള്ളത് കിട്ടിയെന്നാണ് പറയണത് വിക്കി. അപ്പോൾ സൂപ്പർ ലക്കി ആയിരിക്കും വിക്കി. ഇത് വീണ്ടും 5 എണ്ണം ഉള്ളത്. ഇതൊന്നും ഫോക്കസ് ആവണില്ല തോന്നുന്നു. വിക്കിക്ക് വീണ്ടും കിട്ടി. ശരി വിക്കി, ഇവിടെ മുഴുവനും ഫുൾ ഭാഗ്യത്തിൻ്റെ ക്ലോവേഴ്സാണുള്ളത്. അങ്ങനെ നമ്മൾ അവിടുത്തെ നിർത്തി അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇതേ ബ്ലാക്ക്ബെറിയിലോട്ട്. കാരണം ഒരുപാടുള്ളതുകൊണ്ട് ഒരവിടെ തന്നെ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുമ്പം ടൈം പോവും. അപ്പം ബ്ലാക്ക്ബെറിയും പറിച്ചു കഴിഞ്ഞ് പിന്നെ ബ്ലൂബെറിയും കൂടെ പറിക്കണം. ബ്ലൂബെറി കുറച്ച് അകലെയാണ്, ഭയങ്കര ദൂരെയാണ്. അത് നമ്മൾക്ക് ഈ ഒരു ട്രാക്ടറിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾക്ക് ഈ ബ്ലാക്ക്ബെറിയൊക്കെ പറിച്ചതിന് ശേഷം ബ്ലൂബെറിയിലോട്ട്. ഇതൊക്കെ ബ്ലാക്ക്ബെറിയാണ് കണ്ടോ. ചുവന്ന് നിൽക്കണ കാണുമ്പോൾ നമ്മൾക്കത് ബ്ലാക്ക്ബെറി ആയിട്ട് തോന്നില്ല, റാസ്ബെറി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതേ അടുത്ത് പോകുമ്പോഴാണ് ചിലത് പഴുത്ത് നിൽക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ മൾബറിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതേ ബ്ലാക്ക്ബെറീസാണ് കണ്ടോ. അതിൻ്റെ പൂവും നല്ല രസമുണ്ട്. ഇത് കണ്ടോ.
ഇവിടെയൊക്കെ മൾബറീസ് ആട്ടോ, അല്ല സോറി ബ്ലാക്ക് ബെറീസാണ്. ഇതാ അപ്പുറത്തൊക്കെ കണ്ടോ, മിക്സ്ഡ് ആയിട്ടായിരിക്കുന്നത്. ഇതേ റെഡിൻ്റെ ഇടയിൽ കൂടെ ബ്ലാക്ക് ആയിട്ട് നല്ല കോമ്പിനേഷൻ കണ്ടോ. നമ്മുടെ ഡ്രസ്സിനൊക്കെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ലതായിരിക്കില്ലേ, സാരിയും ചുരിദാറൊക്കെ. ഇത് ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഉണ്ടോ, വിക്കിക്ക് വേണ്ടേ ബ്ലാക്ക് ബെറി? അങ്ങനെ പറിച്ചിട്ടും മതി വരണില്ല, അത്രത്തോളം ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും നമ്മളെന്തായാലും തൽക്കാലം ബ്ലാക്ക് ബെറി പറിക്കലും നിർത്തി, ആവശ്യത്തിനുള്ളത് കിട്ടി. ഇതെല്ലാം ബ്ലൂബെറീസും എല്ലാം ഒരുപാടുണ്ട്, ഭയങ്കര വലിയ ഫാമാണെന്ന് തോന്നുന്നു ഇത്. പിന്നെ ഇവിടെയൊക്കെ പൂക്കൾ സെയിൽസിന് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ പോയിട്ട് പൂക്കളുടെ ഫാമിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഹണി വെച്ചിരിക്കുന്നത് പറഞ്ഞു, റോ ഹണി. പിന്നെ ഇത് ഇവിടെയാണ് ലാവൻഡറിൻ്റെ ഫാം ഉള്ളത്. ഇവിടെ കുറച്ചെന്നേ ഉള്ളൂ, പക്ഷെ അതിനകത്തോട്ട് കിടക്കണമെങ്കിൽ സ്പെഷ്യൽ എൻട്രൻസ് ആണ്. ഒരു ടിക്കറ്റിന് $18 എങ്ങാണ്ടൊക്കെ ആയിരുന്നു, 18ആണോ എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമ്മളിതേ ട്രാക്ടർ എടുത്ത് ബ്ലൂബെറി പിക്കിങ്ങിലോട്ട് പോവാം. ബ്ലൂബെറി പിക്കിങ്ങിൻ്റെ സ്ഥലത്തെത്തി. അത് നമ്മൾ ട്രക്കിലാണ് എത്തിയത്, കാരണം ഭയങ്കര ദൂരമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ പക്ഷേ ഒരു പിക്നിക് പോലെ എല്ലാ ചെയറും ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ ബെഞ്ചും ഡെസ്കും ഒക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ സൈഡിലാണ് കൂടുതൽ പഴുത്തതെന്ന് പറഞ്ഞു, ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് കണ്ടോ, ഇതൊക്കെ പച്ചയാണ്. ബ്ലൂബെറീസൊക്കെ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, എന്ന് വെച്ചാൽ പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾക്ക് ഏകദേശം ഒരു ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേരും ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു 2-3 ചെടികളിലൊക്കെ ഇങ്ങനെ പഴുത്തതുണ്ടെങ്കിൽ എല്ലാവരും പറിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമ്മൾക്ക് ഒരുപാടൊന്നും കിട്ടില്ല. സൺഫ്ലവറും ഉണ്ട്. സൺഫ്ലവർ പിക്കിങ് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് മാത്രം സൂര്യകാന്തി പൂക്കളൊക്കെ പൂത്ത് നിൽക്കാൻ തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് മറ്റേ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാണെങ്കിൽ അപ്പുറത്തോടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും ബ്ലൂബെറി കാണാനില്ല. നല്ല വെയിലും പിന്നെ ജാനുട്ടിയാണെങ്കിൽ കുറച്ച് ബഹളമൊക്കെ വെക്കണമുണ്ട്. പിന്നെ ഏട്ടനാണ് ബാക്കി ബ്ലൂബെറിയൊക്കെ പറിച്ചുകൊണ്ട് വന്നത്. നമ്മൾ തളർന്നു, ഭയങ്കര ചൂട്. ശരിയാണ്, 3 മണിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട്. അയ്യോ, ഈ ഒരു ഷെയ്ഡും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ടയർഡായേനെ. പക്ഷെ ഇവിടെ 3 മണിക്ക് ശേഷമാണ് ഭയങ്കരമായിട്ട് ചൂട് വരുന്നത്. അപ്പം ഏട്ടനിതേ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാനുട്ടി ഇച്ചിരി ഒന്ന് വാശി കാണിച്ചപ്പോൾ ഇങ്ങനെ വന്നതാണ് ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ബ്ലൂബെറി പറിച്ച്. നമ്മൾ ഏത് പാക്കറ്റാണോ എടുക്കുന്നത് അവിടെ നിന്ന്, എന്ന് വെച്ചാൽ ഏത് ബോക്സാണോ എടുക്കുന്നത് അത് ഫുള്ളായിട്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും നിറച്ചിട്ട് പോവാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്ലൂബെറിയും കൊണ്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ ഈ ഒരു ഫ്രൂട്ട് പിക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.